ഈ കുഞ്ഞിനെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓർത്തൂടെ? ലച്ചുമോളെ, അച്ഛമ്മക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ മോക്ക് കാണണ്ടേ? ആഹാ, ഇതെല്ലാം മോക്കുള്ളതാ. ആ കണ്ടില്ലേ, ഇത് മുഴുവൻ മോള് കഴിക്കണം കേട്ടോ. കഴിച്ചോ. അച്ഛന്റെ മോളെ, അമ്മയിട്ട് വഴക്കൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. രഘുവേട്ടാ പ്ലീസ്, ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും അകത്തേക്ക് വാ. ഇല്ല ചിരു. ലച്ചുമോളെ, അച്ഛൻ്റെ ഒരു ഉമ്മാന്ന് ഇവിടെ. അച്ഛൻ്റെ മോള് മിടിക്കേട്ടിരിക്കണം കേട്ടോ. ചിരു, അച്ഛൻ പോയിട്ട് വരാട്ടോ. മോള് വിഷമിക്കണ്ട കേട്ടോ, അച്ഛൻ വേഗം വരും. ബാ. ചേച്ചി, ചേച്ചി ഈ ചെയ്തത് വളരെ മോശമായി പോയി. ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാൻ മാത്രം തെറ്റൊന്നും രഘുവേട്ടൻ ചെയ്തിട്ടില്ല. ഇന്ന് ഈ വീടിന്റെ മുറ്റം വരെ രഘുവേട്ടൻ വന്നത് ചേച്ചിയോടും മോളോടുള്ള സ്നേഹം കൊണ്ടാ. ദേ, ഈ കുഞ്ഞിനെ അതിന്റെ അച്ഛനെ ജീവനാ. എന്തിനാ ഇവളുടെ അച്ഛനെയും തമ്മിൽ ചേച്ചി അകറ്റുന്നേ? മോളുടെ അടുത്ത് രഘുവേട്ടൻ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. ചേച്ചി എന്തൊന്നും മിണ്ടാത്ത? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ചേച്ചി, ചേച്ചി, ചേച്ചി വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. രഘുവേട്ടനും ചേച്ചിയും പിന്നെ ലച്ചുമോളും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. എല്ലാം എന്റെ വിധിയാ ചീരു. അതിലെനിക്ക് ആരോടും പരാതിയില്ല. ചേച്ചി വിചാരിച്ച ഈ പ്രശ്നമെല്ലാം അവസാനിക്കില്ലേ? പിന്നെന്താ? ചിരു പ്ലീസ്, ഞാൻ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല.